സാധാരണക്കാരാണ്. അവർക്ക് വിജ്ഞാനമില്ല, അവർക്ക് അറിവില്ല, ഈ ലോകത്തിന്റെ ഒരറിവും കഴിവും അവർക്കില്ല എന്ന് ബൈബിളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിദ്യാവിഹീനരായിരുന്നാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവര് ജ്ഞാനികളായി മാറുന്നത്? അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഒരു മനുഷ്യൻ ഏതവസ്ഥയിലുള്ളവനായിക്കോട്ടെ, എത്ര അറിവില്ലാത്തവനായിക്കോട്ടെ, സ്കൂളിന്റെ പടി കയറിയിട്ടില്ലാത്തവനായിക്കോട്ടെ, ആ വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ദൈവം തന്റെ ജ്ഞാനം ആ വ്യക്തിയിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അവിടെ നൽകുകയാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും വലിയൊരു കാര്യമാണ്, അണ്ടർലൈൻ ചെയ്ത് ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഏതായി പരിശുദ്ധാത്മാവ്? എന്നെ നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച ആ നിത്യനായ ഏക ദൈവത്തിന്റെ ആത്മാവ് തന്നെയായി പരിശുദ്ധാത്മാവ്. ദൈവം ഈ ആത്മാവിനെ നമുക്ക് ലഭിക്കുമ്പോൾ ദൈവം നമ്മിൽ വസിക്കുന്നു. ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. ദൈവം കല്യാണം കഴിച്ചുണ്ടാക്കുന്നതല്ല, അല്ല, അത് മനുഷ്യരീതി നമ്മൾ ചിന്തിക്കരുത്. ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തി കഴിയുമ്പോൾ അതെങ്ങനെയാണെന്ന് ബൈബിളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ജലത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഒരു മനുഷ്യൻ ഏത് മനുഷ്യനായിക്കോട്ടെ, ഈ വീണ്ടും ജനത്തിന്റെ അനുഭവം ഉണ്ടാകാത്ത ഒരാൾക്കും ഈ ഇവിടെ പ്രഘോഷിക്കുന്ന ഈ ദൈവിക ചൈതന്യത്തിന്റെ ശ്രേഷ്ഠത അനുഭവിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അത് ആത്മാവായ ദൈവം മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇത്